മഴ തോരും മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗാധരൻ വൈജയന്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, ഗംഗേട്ട, അലീന ബാലചന്ദ്രൻ്റെ മകളൊന്നുമല്ല, അത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം അലീനയെ ഞാൻ വന്ന് കയറിയ സമയം മുതൽ അവളെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവളെ ബുദ്ധിമുട്ടിക്കാർ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അന്നും ഞാൻ ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ അതൊക്കെ കണ്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഒരു പെട്ടെന്ന് മാറ്റം വന്നത്. അതൊക്കെ ഏത് പെണ്ണിനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ മാറ്റം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗംഗട്ടൻ ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെയൊക്കെ പറയുന്നത്, നീ വേറെ രീതിയിലൊക്കെ ആണല്ലോ ധരിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ധാരണയാണ് ശരിയെന്ന് വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗംഗട്ടൻ പറയുന്നുണ്ടോ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, ഏതായാലും നീയായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുക. എന്തും നേരിടാനുള്ള ശക്തി നിനക്കുണ്ടെങ്കിൽ നീ മുന്നോട്ട് പോയിക്കോ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളുണ്ടോ, ഞാൻ വരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗാധരൻ യാത്ര പറഞ്ഞിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ പിന്നെ ഗംഗാധരൻ അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ കാണുന്നുണ്ട്. എന്നിട്ട് എന്താ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, നിങ്ങളുടെ പെങ്ങളുടെ ഒരു സ്നേഹം, പെങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും വന്നതല്ല, എൻ്റെ ആവശ്യം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് തോന്നി, ചില ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇടയിൽ ഓരോ സംസാരമൊക്കെ സംസാരിച്ചിട്ട് പിന്നീട് ഗംഗാധരൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് ബബിത വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോകുന്നു, അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്നൊക്കെ വൈജയന്തി ചോദിക്കുന്ന സമയത്ത്, ഒന്നും പറയണ്ട അമ്മേ, അമ്മാവന്മാർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്നായാലും അവിടെയൊക്കെ പോകണ്ടേ, ഇവിടെ ഇങ്ങനെ എപ്പോഴും നിൽക്കുന്നത് ശരിയാവില്ലല്ലോ, പിന്നെ അവർക്കാണെങ്കിൽ കാലകാലം ഞങ്ങളെ നോക്കാൻ കഴിയില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കമലാൻറ്റിക്കും വെച്ച് അധികാലമൊന്നും വെച്ച് വിളമ്പാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തിയോട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, മക്കൾ വിഷമിക്കേണ്ട, എന്തായാലും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഇവിടുന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു വീട് എടുത്തിട്ട് അങ്ങോട്ട് താമസം മാറാം, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബബിത ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ആ ഒരു സമയത്താണ് ബബിതയുടെ കാമുകൻ വന്നിട്ട് അവിടെ കാത്തു നിൽക്കുന്നത്. ആ തേനീച്ച തലേനാണ്, അവർ ടൈറ്റിട്ട് വിളിക്കുന്ന ആ ഒരു തേനീച്ച തലേനാണ്. അങ്ങനെ ബബിത ആ ചെക്കൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഒരു ആളൊഴിഞ്ഞ പ്രദേശത്തുള്ള ഒരു വീട്ടിലേക്കാണ് അവൻ കൊണ്ടുപോകുന്നത്. അതേസമയം നമ്മുടെ രോഹിത്തും അതുപോലെ തന്നെ ഹരിയാണെന്നുണ്ടെങ്കിൽ ഈ ബബിതയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവൾ എവിടെ പോയി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ആയല്ലോ, ഇനിയിപ്പം ആ പയ്യൻ്റെ കൂടെ, ആ തേനീച്ച തലേൻ്റെ കൂടെ കറങ്ങാനെങ്ങാനും പോയിട്ടുണ്ടാവോ, അവനാണെങ്കിൽ ഭൂലോക ഫ്രോഡാണ് എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ ബസ്സിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്തേണ്ട സമയം കഴിഞ്ഞാലോ, എന്തായാലും എന്തെങ്കിലും കള്ളത്തരുണ്ടെങ്കിൽ അതൊക്കെ തെളിയിച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ ബബിതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ രോഹിത് അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും നേരം എവിടെയായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് നേരമായല്ലോ, എന്നിട്ട് ഇപ്പോഴാണോ വീട്ടിലെത്തുന്നത്, നീ എവിടെ തിരിഞ്ഞ് നടക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടാണോ ബോയ് ഫ്രണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് തന്നെയാണ്, മറ്റാരുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്നാൽ പിന്നെ ആ ഗേൾ ഫ്രണ്ടിൻ്റെ നമ്പർ എത്താൻ ഞങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത്, നല്ല ആൾക്കാർക്കാണ് എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ നമ്പർ തരാൻ പോകുന്നത്, ഞാൻ ആർക്കും തരത്തില്ല, നിങ്ങളുടെയൊക്കെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, എന്തായാലും നീ ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല, കാരണം നീ ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ, അതെന്താ, എനിക്ക് ഒറ്റയ്ക്ക് നടന്നാലേ, പെൺകുട്ടിയായി എന്ന് വിചാരിച്ച് എന്താ കുഴപ്പം, ഞാൻ പെൺകുട്ടിയാണ് എന്നുള്ള ബോധ്യവും എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ള ബോധ്യവും ഒക്കെ എനിക്കുണ്ട്, ഈ പറയുന്ന നിങ്ങൾ എല്ലാം കൊള്ളുന്നവരാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബബിത. അങ്ങനെ പിന്നീട് ബബിത അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, എന്തായാലും ഇവൾക്ക് എന്തോ കള്ള ലക്ഷണമുണ്ട്, അത് തെളിയിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹരി പറയുന്നുണ്ട്, എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് രഞ്ജുവിനോടൊന്ന് സംസാരിക്കാം, എന്നിട്ട് അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് കണ്ടെത്താൻ അവളോട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളൊക്കെ അവളോട് അവതരിപ്പിച്ചിട്ട്, അവൾ ഒരു പയ്യാനുമായിട്ട് അടുപ്പത്തിലാണ്, അത് ഒരു തേനീച്ച തലേനാണ്, അവൻ ആൾ വെടിപ്പല്ല, അതുകൊണ്ട് അവളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നീ അറിയണം, അവനെ ഇനി കാണാൻ പോകുന്നത്, മീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാന്നുള്ളത് നീ കണ്ടെത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിൽ പ്രണയത്തിലാണ്, അത് നല്ലൊരു ചെക്കനല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, ശരി, ഞാനൊന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രഞ്ജു.
അങ്ങനെ പിന്നീട് രഞ്ജു ഹരി പറഞ്ഞതനുസരിച്ച് ബബിതയോട് അടുത്ത് ഓരോന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ അമനിലോട്ട് എത്തുകയാണ്. എന്നിട്ട് ആ ചെക്കനെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണോ, എന്താ അവൻ്റെ ജോലി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബബിത അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ആർക്കിടെക്റ്റ് ആണെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രഞ്ജു പറയുന്നുണ്ട്, ഈ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തവനെ കയറി പ്രേമിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബബിത പറയാണ്, അതിന് ആര് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു, കാര്യങ്ങളൊക്കെ നടത്തിയെടുത്താൽ മതിയല്ലോ എന്നുള്ള രീതിയിലൊക്കെ ബബിത ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അസ്ഥിക്ക് പിടിച്ച പ്രണയമൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എടി എന്നൊക്കെ ഇങ്ങനെ രഞ്ജുവിനോട് ബബിത മറുപടി പറയുകയാണ്. അങ്ങനെ അവർ അടുത്ത് കാണും എന്നുള്ളതും എന്നും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നുള്ളതൊക്കെ രഞ്ജുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ രഞ്ജു ഇക്കാര്യത്തെക്കുറിച്ച് ഹരിയോട് പറഞ്ഞു കൊടുക്കുകയും പിറ്റേന്ന് രാവിലെ ബബിതയെ പിന്തുടർന്ന് പോവുകയുമാണ്. അങ്ങനെ നാളത്തെ പ്രമോ ആയിട്ട് കാണിക്കുന്നത് അതിൽ ഹരീഷ് ബബിതൻ്റെ പിന്നാലെ പോയിട്ട് അവരെ കറങ്ങാൻ പോകുന്നതും അവർ കൂടെ ഇരിക്കുന്നതുമൊക്കെ ഫോട്ടോ എടുത്തിട്ട് തെളിവാക്കി വെച്ചിട്ട് ബബിതയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ ഫോട്ടോ കാണിച്ചിട്ട് ചോദ്യം ചെയ്യുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെയാണ് പ്രമോ ആയിട്ട് കാണിക്കുന്നത്.